ഇന്ന് നമുക്ക് പച്ച ഏത്തക്കായ മീൻകറി വെക്കണ പോലെ വെക്കാം. അതിന് വേണ്ടി 2 ഏത്തക്കായ നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ 2 പച്ചമുളക്, 2 ചുവന്നുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു കഷ്ണം മാങ്ങ, ഇതെല്ലാം നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പും ആവശ്യത്തിന് വെള്ളവും ചേർത്ത് അതൊന്ന് വേവിക്കാൻ വെക്കാം. അരമുറി തേങ്ങയിലോട്ട് 2.5 ടീസ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 നുള്ളു ഉലുവപ്പൊടിയും ചേർത്ത് വെള്ളവും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കാം. പിന്നെ നമ്മളെ കായ വെന്തയിലോട്ട് ഒരു തക്കാളി നീളത്തിൽ അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അരപ്പും ചേർത്ത് മിക്സിയിലെ ജാറിലോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഒരു കപ്പോളം വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയിലെ ജാർ കഴുകിയിട്ട് അതൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിൽ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ട് ഞാനൊരു ചുള കുടംപുളിയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്ന് തിളച്ച് വറ്റി വരുമ്പോൾ നമുക്ക് ഉള്ളി കാച്ചാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഏകദേശം 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 6 ചുവന്നുള്ളി നീളത്തിലരിഞ്ഞും കൂടെ ചേർത്ത് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മുളക് പൊടിയും ചേർത്ത് ഉള്ളി കാച്ചെടുക്കാം. ഇത് കറക്റ്റ് മീൻ കറിയുടെ ടേസ്റ്റ് തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചെയ്ത് നോക്കണേ.